അതുകൊണ്ട് വീഡിയോ എടുത്തിടാൻ പറഞ്ഞു. രാവിലെയും വൈകുന്നേരവും ഓരോ ആളുകളും 2 മണിക്കൂർ വെച്ച് നമ്മൾ സമയം കണ്ടെത്തുകയാണെങ്കിൽ നമ്മളെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് നടത്താൻ പറ്റുന്നതാണ്. നമ്മുടെ വീട്ടിലേക്ക് എന്നും അത്യാവശ്യമായിട്ടുള്ള കുറച്ച് പച്ചക്കറികൾ, ഒരുപാടൊന്നും വേണ്ട, നമ്മളെ വീട്ടിലേക്ക് മാത്രമായിട്ട് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് വിളവെടുക്കാൻ പറ്റുന്നതാണ്. അതിൽപ്പെട്ട കുറച്ച് കൃഷികളാണ് ഇത്. ചെയ്യുന്ന ഏത് കൃഷിയാണെങ്കിലും ഓരോ ഐറ്റത്തിൽ നിന്നും ഓരോ ആളുകളായി നമ്മൾ വേർതിരിച്ച് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് എന്തായാലും നമ്മൾ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ആവേശത്തോടെ അവർ അത് ചെയ്യുമെന്നുള്ളതാണ്. ഇത് പച്ചക്കറി എന്ന് മാത്രമല്ല, നമ്മൾ പൂക്കളായാലും ചെടികളായാലും എന്ത് സംഗതിയാണെങ്കിലും നമുക്ക് ആവേശം കൂടാനും അതുപോലെ തന്നെ നമ്മളൊരു സഹായത്തിനും അവർക്ക് നല്ല ഭക്ഷണം കഴിക്കുക എന്നുള്ളതുമാണ് ഇതിൽ വലിയൊരു ലാഭം. എന്ന് കരുതി കുട്ടികളെ നമ്മൾ ഈ ഒരു കൃഷിയിലേക്ക് മാത്രമായി ഇറക്കാനും പാടില്ല. അവർക്ക് എന്തായാലും ഒരു 10-20 മിനിറ്റ് കൊടുത്ത് നമ്മളിതൊന്ന് പറഞ്ഞു കൊടുത്താൽ അവർ നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്. അവരെ കൊണ്ട് നമ്മൾ പണിയിപ്പിക്കുക എന്നുള്ളതല്ല. ഒട്ടുമിക്ക ആളുകൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണല്ലോ നമ്മൾ പൂക്കൾ. ആ ഒരു കൂട്ടത്തിൽ നമുക്ക് പൂക്കളും ഇതുപോലെ കൂട്ടത്തിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മളെ കാര്യങ്ങളെല്ലാം നടന്നു പോകും എന്നുള്ളതാണ്. ഈ ഒരു പ്രാവശ്യം ഞാൻ ചെണ്ടുമല്ലി ഇതിൻ്റെ കൂട്ടത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം അതിൻ്റെയൊക്കെ തീരുമാനമായി പോയി എന്നുള്ളതാണ്. 10 ഐറ്റം നട്ട് നമ്മൾ ആ 10 ഐറ്റത്തിൽ നിന്നും വിളവെടുക്കുന്നതിന് മുന്നേ കൊണ്ട് നമ്മൾ അടുത്ത വിളകൾ ഇറക്കാനുള്ള സെറ്റപ്പ് ആക്കണം. എന്നാലാണ് നമ്മൾ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുള്ളൂ. അതല്ലെങ്കിൽ ഒരുപാട് സ്ഥലത്ത് ഒരുപാട് ഐറ്റം ഒന്നിച്ച് നട്ട് കഴിഞ്ഞാൽ നമ്മളെന്തായാലും ഒന്നിച്ച് വിളവ് കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു സംവിധാനത്തേക്ക് എത്തുമ്പോഴത്തേക്കും നമുക്ക് നമ്മളെ വിളകൾ എടുക്കാൻ പറ്റാത്ത വരും. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു വിള തീരും എന്ന് തോന്നുന്ന സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ അടുത്ത തൈകൾ ഇതിനായി സെറ്റാക്കി കൊണ്ടുവരണം. ഏതൊരു കാലാവസ്ഥയാണോ വരുന്നത് അതിനോട് അനുയോജിക്കുന്നതായിട്ടുള്ള രീതിയിലുള്ള കൃഷികളായിരിക്കണം നമ്മൾ ഇറക്കേണ്ടത്. അതല്ലെങ്കിൽ നമ്മൾ നന്നായി കഷ്ടപ്പെടേണ്ടി വരും. പയറുവർഗ്ഗങ്ങൾ മാത്രമായി നമ്മൾ കാണരുത്. കിഴങ്ങ് വർഗ്ഗങ്ങളും അതുപോലെ തന്നെ പഴവർഗ്ഗങ്ങളും നമ്മൾ കൊണ്ടുവരണം. എന്നാലാണ് നമ്മളെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുകയുള്ളൂ. പരമാവധി നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. കൃഷി ചെയ്ത് ഒരുപാട് സമ്പാദിക്കുക എന്നുള്ളതല്ല, കൃഷി ചെയ്ത് നമ്മളെ ആരോഗ്യം നന്നായി നിലനിർത്തുക എന്നുള്ളതാണ്. എന്ന് കരുതിയിട്ട് നമുക്ക് അസുഖങ്ങൾ വരില്ല എന്ന് ഒരിക്കലും പറയരുത്. ഇങ്ങനെയൊക്കെ ചെയ്താൽ ഒരിക്കലും നമുക്ക് അസുഖങ്ങൾ വരില്ല എന്നുള്ളതല്ല, ഉള്ള കാലം നമുക്ക് നല്ല ആരോഗ്യത്തോടെ ജീവിക്കുക എന്നുള്ളതും അതുപോലെ തന്നെ നല്ല സ്വാദിഷ്ടമായിട്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ളതുമാണ് ഇതിലൊരു ലാഭം.